ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 2 പത്രോസ് 1:21 വായിക്കുന്നു. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. 2 പത്രോസിൽ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും വിശ്വാസികൾ വിശ്വാസത്തിലും ദൈവത്തിന്റെ പരിജ്ഞാനത്തിലും വളരുവാനുള്ള ആഹ്വാനം നൽകുകയും ചെയ്യുന്നു. പ്രവചനപരമായ തിരുവെഴുത്തുകളുടെ ശ്രേഷ്ഠതയാണ് 1-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. തിരുവെഴുത്തിന്റെ ഉറവിടം ദൈവത്തിൽ നിന്നാണ്, അതൊരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. അതായത് മനുഷ്യ ആശയമല്ല ദൈവവചനം. തിരുവെഴുത്ത് സ്വർഗത്തിൽ നിന്ന് നമുക്ക് നേരിട്ട് ലഭിക്കാതെ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച മനുഷ്യരിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദൈവം തന്റെ ആത്മാവിനാൽ നമ്മെ അറിയിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി എഴുതുവാൻ ചിലരെ പ്രാപ്തരാക്കിയിരിക്കുന്നു. ദൈവം ഇടയന്മാരെയും മീൻപിടുത്തക്കാരെയും രാജാക്കന്മാരെയും നികുതി പിരിവുകാരെയും തുടങ്ങിയ അനേക മേഖലകളിൽ നിന്നുള്ളവരെ അതിനായി ഉപയോഗിക്കുന്നു. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ ഹൃദയത്തിലേക്കുള്ള ഒരു ജാലകമാകുന്നു ദൈവത്തിന്റെ വചനം. സ്വർഗീയ തിരുവെഴുത്തുകൾ ഇരുണ്ട ലോകത്തിൽ തിളങ്ങുന്ന വെളിച്ചമായി പ്രകാശിക്കുന്നു. ദൈവത്തിന്റെ കൃപയാലും സ്നേഹത്താലും ദൈവം തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ എഴുതുവാൻ അവസരം നൽകി. തിരുവെഴുത്ത് ദൈവശ്വാസീയമാണെന്നും ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത് നൽകപ്പെട്ടിരിക്കുന്നു എന്നും 2 തിമോഥെയോസിൽ നാം വായിക്കുന്നു. യേശുവിന്റെ പഠിപ്പിക്കലുകൾക്കും തിരുവെഴുത്തുകൾക്കും പരിശുദ്ധാത്മാവിൽ നിന്നുള്ള മറ്റു പ്രവചനങ്ങൾക്കും വിരുദ്ധമായ കാര്യങ്ങൾ പ്രസ്താവിക്കുന്ന കള്ളപ്രവാചകന്മാർ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. യേശു അതിനാൽ മുന്നറിയിപ്പ് നൽകുന്നത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളണമെന്നാണ്. കേൾക്കുന്ന പ്രവചനം ശരിയായതാണോ അല്ലയോ എന്ന് തിരിച്ചറിയേണ്ടതിന് നാം തീർച്ചയായും പ്രാർത്ഥിക്കുകയും ബൈബിളിലേക്ക് തിരിയുകയും വേണം. ബൈബിളിന് വിരുദ്ധമായി ലഭിക്കുന്ന പ്രവചനങ്ങൾ തള്ളിക്കളയേണ്ടതാകുന്നു. ആയതുകൊണ്ട് തന്നെ 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പത്രോസ് അപ്പോസ്തലൻ കള്ളപ്രവാചകന്മാരെക്കുറിച്ചും ദുരുപദേഷ്ടാക്കന്മാരെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചിരിക്കുന്ന പ്രവചനം തിരിച്ചറിഞ്ഞത് സ്വീകരിക്കുവാൻ ഏവർക്കും ഇടയായി തീരട്ടെ. ഗോഡ് ബ്ലെസ്സസ്.